ഒരു കപ്പിൾ വരികയാണ്, അപ്പം ഡോക്ടർ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ലേഡി മാത്രമോ വരുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ലേഡി അവരുടെ ഫാമിലിയെ വരികയാണെങ്കിൽ ഹസ്ബൻഡ് ഓർ പാർട്ട്ണറിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വരുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് പൊതുവേ നമുക്ക് ചെയ്യാനുള്ളത്? ആ ടെസ്റ്റിനൊക്കെ ഇങ്ങനെ ഒത്തിരി പൈസ ചിലവ് അങ്ങനെ ഉള്ളതാണോ, അത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനാവും? എളുപ്പമാണോ? എന്തൊക്കെ നമുക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കും, പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റോറി കണ്ടുപിടിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ പുരുഷന്മാരെ നോക്കുമ്പോൾ അവരെ പരിശോധിച്ച് നോക്കുന്നതാണ്. പുരുഷന്മാരുടെ ജനറൽ ഹെൽത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നു. അവരുടെ ഏകദേശം ഹൈറ്റ് എത്ര ഉണ്ട്, വെയിറ്റ് എത്ര ഉണ്ട്, ആ വെയിറ്റ് അവരുടെ ഹൈറ്റ് അനുസരിച്ച് കറക്റ്റ് ആണോ അല്ലെങ്കിൽ കൂടുതലാണോ, വേറെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബ്ലഡ് പ്രഷറൊക്കെ നോർമലാണോ, പിന്നെ അവരുടെ ജെനിറ്റൽസ് പറഞ്ഞാൽ അവരുടെ ലിംഗത്തിനെ പരിശോധിച്ച് നോക്കണം എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തുമായിരിക്കും പ്രോബ്ലം എന്ന്. ഇതിന് ശേഷം നമ്മൾ അതിനുദ്ദേശിച്ച ടെസ്റ്റുകൾ ചെയ്യണം. ഒരു പുരുഷനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ ടെസ്റ്റ് ഒരു സെമൻ അനാലിസിസ് ആയിരിക്കും, ശുക്ലത്തിൻ്റെ ഒരു പരിശോധന. ഈ ടെസ്റ്റ് നമ്മളൊരു ലബോറട്ടറിയിലാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഹോസ്പിറ്റൽ ലബോറട്ടറീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലബോറട്ടറീസിലായിരിക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഈ സെമൻ അനാലിസിസ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരണം. കാരണം പല ലാബിലും ഈ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ടെസ്റ്റ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO 2010 ഒരു എഡിഷൻ അനുസരിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആ രീതി ചെയ്യുന്ന ചിലപ്പോൾ ഒരു 20-30 സെൻറ്റേഴ്സേ കാണുകയുള്ളൂ. ഒരു ഭൂരിപക്ഷം ഒരു 90 to 95% സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ലാബ്സിൽ ചെയ്യുന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പം ആദ്യം തന്നെ അവർ ചോദിക്കും, ഡോക്ടർ ഞങ്ങൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്? അതിൻ്റെ കാരണം പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ ചെയ്യാറുള്ളൂ. ഒരു നോർമൽ സെമൻ അനാലിസിസ് നമ്മളിപ്പോൾ ലാബിൽ ചെയ്യുന്ന ചിലപ്പോൾ 5-10 മിനിറ്റ് റിപ്പോർട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ മറ്റേ നമ്മൾ ചെയ്യുന്ന പല സ്റ്റെപ്പായിട്ട് ചിലപ്പോൾ ഒരു 6-3 മണിക്കൂറായിരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് കിട്ടാൻ തന്നെ. അപ്പോൾ ഈ സെമൻ അനാലിസിസിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. പറഞ്ഞാൽ സെമൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്, അതിൻ്റെ കളർ എങ്ങനെയുണ്ട്, അതിൻ്റെ pH പറഞ്ഞാൽ ഒരു അസിഡിറ്റി ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ അകത്തുള്ള കെമിക്കൽസിൻ്റെ കണ്ടൻറ്റ്, സ്പേമിൻ്റെ കൗണ്ട് എത്ര ഉണ്ട്, സ്പേമിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ആൻഡ് സ്പേമിൻ്റെ മൂവ് ചെയ്യുന്ന സ്പീഡ്സ് എങ്ങനെയുണ്ട്. ഇങ്ങനത്തെ പല ഘട്ടങ്ങളായിട്ട് നമ്മളിത് പരിശോധിച്ച് നോക്കും. ഈ ഒരു റിപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഈ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ ഒരു മെജോറിറ്റി കേസസിൽ പുരുഷൻ്റെ സൈഡിൽ നിന്ന് വേറെ ഒരു ടെസ്റ്റ് പോലും ചെയ്യാൻ ആവശ്യം വരും. പക്ഷെ പലപ്പോഴും റിപ്പോർട്ട് അബ്നോർമലായിട്ടായിരിക്കും കാണുന്നത്. ഈ റിപ്പോർട്ട് അബ്നോർമൽ ആകുമ്പോഴും നമ്മൾ എടുത്തു ചാടി പല എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം സ്പേം ഉണ്ടാകുന്ന ശരീരത്തിൽ ഏകദേശം ഒരു 2.5-3 മാസം എടുത്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 2-3 മാസത്തിൽ പുരുഷന് വേറെ എന്തെങ്കിലും വലിയ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഒരു ആൻറ്റിബയോട്ടിക് എടുക്കാൻ ആവശ്യം വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്പേം ക്വാളിറ്റി ചിലപ്പം താൽക്കാലികമായിട്ട് കുറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 2-3 ആഴ്ചയോ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ സെമൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ റിപ്പോർട്ട് അബ്നോർമൽ ആണെങ്കിൽ നമുക്ക് പിന്നെ വിശദമായിട്ട് ടെസ്റ്റൊക്കെ ചെയ്യാൻ ആവശ്യം വരും. ഈ ടെസ്റ്റ് പല രീതിയിലുള്ള ടെസ്റ്റാണ്. ഇത് ഫസ്റ്റ് സെമൻ റിപ്പോർട്ടിൻ്റെ ഏത് രീതിയിലുള്ള അബ്നോർമാലിറ്റി ആണ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് വരാം. നമ്മുടെ ബ്ലഡിലെ ഹോർമോൺസ് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡയബറ്റിക് ആണെങ്കിൽ സെമൻ്റെ ക്വാളിറ്റി ബാധിക്കാം. അപ്പം അങ്ങനെ പല ടെസ്റ്റ് ആയിട്ട് ചെയ്യാം. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഇമേജിങ് പറഞ്ഞാൽ നമ്മളൊരു സ്കാൻ അല്ലെങ്കിൽ അതുപോലത്തെ ടെസ്റ്റ് ചെയ്യുമ്പം ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ വേണ്ടി. അങ്ങനത്തെ ടെസ്റ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയിരിക്കും. അതിന് സ്ക്രോട്ടൽ അൾട്രാസൗണ്ട് എന്ന് പറയും. കൂട്ടത്തിൽ നമ്മൾ വൃക്ഷങ്ങളിൽ ടെസ്റ്റിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അസസ് ചെയ്യാൻ വേണ്ടി ഡോപ്ലർ സ്കാനും കൂടെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഉള്ളിൽ ടെസ്റ്റിസിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങോട്ടുള്ള രക്തയോട്ടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, തിരിച്ച് രക്തം വരുന്ന ഞരമ്പുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ട്രീറ്റ് ചെയ്താൽ സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പലപ്പോഴും ഇതല്ലാതെ അഡീഷണലായിട്ട് നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആവശ്യം വരും. ഉദാഹരണം സ്പേം കൗണ്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് നമ്മളതിന് മെഡിക്കലി അസൂസ്പേമിയ എന്ന് പറയും. അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് തീരെ കുറവായിരിക്കുന്ന കേസസിൽ ചിലപ്പം ഈ ഒരു
അസുഖത്തിന് കാരണം ഒരു ജനറ്റിക് പ്രോബ്ലം ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ക്രോമോസോംസിൻ്റെ എണ്ണം നോക്കാൻ വേണ്ടി ക്രോമോസോംസ് എന്തെങ്കിലും കുറവോ കൂടുതലെന്തെങ്കിലുണ്ടോ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്പേം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന വൈ ക്രോമോസോം. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഓരോ ക്രോമോസോമിൻ്റെ വ്യത്യാസമുണ്ട്. പുരുഷന് ഒരു വൈ ക്രോമോസോം ഒരു എക്സ് ക്രോമോസോം ഉണ്ട്, സ്ത്രീകൾക്ക് 2 എക്സ് ക്രോമോസോം ഉണ്ട്. അപ്പോൾ ഈ വൈ ക്രോമോസോമിൻ്റെ ഒരു ഭാഗമാണ് സ്പേം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാൻ ആവശ്യമുള്ളത്. ഈ ജനറ്റിക് ടെസ്റ്റ് പലപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാരണം കണ്ടുപിടിച്ച ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ജനറ്റിക് ടെസ്റ്റ് ചിലപ്പം ടൈം എടുക്കും, 2-3 ആഴ്ച എടുക്കും റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി, മറ്റേ ടെസ്റ്റ് പോലല്ല. അപ്പം ഇത്ര ദിവസം പേഷ്യൻ്റ് വളരെ ആങ്ഷ്യസ് ആയിരിക്കും, പക്ഷേ അത് കറക്റ്റായിട്ട് എല്ലാം നോർമലായിട്ട് കാണുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ എബി പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു സിറ്റിംഗ് പോരാ, ഇല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും അമിത പ്രതീക്ഷയായിട്ടായിരിക്കും ഇവർ ഒത്തിരി നാളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയുള്ള ഒരു അമിത പ്രതീക്ഷയായിട്ട് വരുമ്പം നമ്മൾ അവരോട് ആ ഒരു ടൈം കൂടി കുറച്ച് എടുക്കും ഓരോ ടെസ്റ്റ് ചെയ്തു വരാൻ. ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് ഒറ്റയടിക്ക് നമ്മളത് കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കാൻ വേണ്ട ശരിക്കും, അല്ലേ? അപ്പം ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, ഒരു പക്ഷേ ശരിയായേക്കാം. കറക്റ്റ് അല്ലേ? അത് വളരെ കറക്റ്റാണ്. കാരണം പല സ്ഥലത്തും നമ്മൾ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ ഈ സ്പേം തീരെ കുറവാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുട്ടികളാകത്തില്ലെന്ന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ പേഷ്യൻസ്, എസ്പെഷ്യലി പുരുഷന്മാർക്ക് പൊതുവെ കൂടുതൽ ഈഗോ കുറച്ച് കൂടുതൽ, ആൻഡ് ഫോർ ദം ഒരു സ്പേം കൗണ്ട് തീരെ ഇല്ല അല്ലെങ്കിൽ തീരെ കുറവാന്ന് കേൾക്കുമ്പം അവർ ചിലപ്പം ട്രീറ്റ്മെൻറ്റ് നിർത്തി കുറേ മാസത്തേക്കോ അല്ലെങ്കിൽ വർഷത്തേക്ക് ഹോസ്പിറ്റൽ പോലും തിരിഞ്ഞ് നോക്കാറില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു അബ്നോർമൽ റിപ്പോർട്ട് കാണുമ്പം അതിൻ്റെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാൻ ആവശ്യമുണ്ട്, അത് കൺഫേം ചെയ്യാൻ വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞിരിക്കണം. ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ശരിയാക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ ഈ സ്പേം കൗണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഒരു പലപ്പോഴും നമുക്ക് മെഡിസിൻസൊക്കെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു നാച്ചുറൽ പ്രഗ്നൻസി പറഞ്ഞാൽ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു പ്രഗ്നൻസി ആകാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷേ പല കേസസ് നമുക്ക് സ്പേം കൗണ്ട് മെഡിസിൻ കൊടുത്താലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറില്ല. അങ്ങനത്തെ കേസസ് നമുക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ ആവശ്യം വരും. അതായത് ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെൻറ്റ്, IVF, ICSI ഒക്കെ അതുപോലത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ ആവശ്യം വരും. നാച്ചുറലായിട്ട് നമ്മളൊരു പ്രഗ്നൻസി നടക്കുമ്പം ഒരു എഗ്ഗും ഒരു സ്പേമും ചേർന്നിട്ട് ഒരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു എംബ്രിയോ ആണ് ഉണ്ടാവുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ഈവൻറ്റ് നാച്ചുറലായിട്ട് നടക്കണമെങ്കിൽ ഒരു എഗ്ഗിൻ്റെ ചുറ്റും ഏകദേശം ഒരു 50,000 1 ലക്ഷം സ്പേമെങ്കിൽ എത്തിയാലേ അത് നടക്കുകയുള്ളൂ. പലപ്പോഴും അത്രയും സ്പേംസ് പുരുഷന്മാർക്ക് കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ICSI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ, ഓരോ നല്ല സ്പേം എടുത്തിട്ട് ഓരോ എഗ്ഗിനകത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരു പ്രഗ്നൻസി ഉണ്ടാക്കിയിട്ട് ആ പ്രഗ്നൻസി സ്ത്രീയുടെ ഗർഭാശയത്തിൽ വെക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യം വരും. ഇത് കമ്പയർ ടു ഈ മെഡിസിൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ വൈഡ്ലി അവൈലബിൾ ആണ്. കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് റീസെൻ്റ്ലി നല്ല സക്സസ് റേറ്റ്സ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ ആണ്. IVF ട്രീറ്റ്മെൻറ്റ്, ICSI ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് പുരുഷനെയും സ്ത്രീനെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്യാൻ ആവശ്യം വരും. ചില കേസസിൽ 7 സ്പേം കാണത്തില്ല. അങ്ങനത്തെ കേസസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന വൃക്ഷങ്ങളിൽ സ്പേം പുറത്തോട്ടെടുക്കാൻ ആവശ്യം വരും. അതൊരു മെജോറിറ്റി കേസസിൽ നമുക്കൊരു ടെസ എന്ന് പറഞ്ഞ പ്രൊസീജിയർ, ടെസ്റ്റിക്കുലർ സ്പേം ആസ്പിറേഷൻ, ഒരു നീഡിൽ വെച്ചിട്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് ടെസ്റ്റിസിൽ സ്പേം പുറത്തെടുത്തിട്ട് എഗ്ഗുമായിട്ട് ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യം വരും. പലപ്പോഴും അത് നടക്കാത്ത കേസസിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തത് ടെസ്റ്റിസ് മുറിച്ചിട്ട് അതിൽ നിന്ന് സ്പേം എടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യം വരും. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ കാണാറില്ല, സ്പെഷ്യലൈസ്ഡ് ഉള്ള ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ മാത്രം ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ റിസൾട്ട് കിട്ടാൻ, ഒരു പ്രഗ്നൻസി ആകാനുള്ള സാധ്യത ഉണ്ട്. ഒരു 30 വർഷം മുമ്പ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കപ്പിൾസിന് ഒരു കുട്ടികളാകാൻ ഒരു സാധ്യതയില്ലാത്തൊരു സിറ്റുവേഷനാണ്. സ്പേമിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റിസൾട്ട്സിനെ ബാധിക്കും. അപ്പം ഈവൻ IVF പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന മുമ്പ് ചിലപ്പം പുരുഷനൊരു 3-4 മാസം മെഡിസിൻസ് ഒക്കെ എടുക്കാൻ, ചിലപ്പോൾ ടാബ്ലറ്റ്സ്, ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കാൻ ആവശ്യം വരും. സ്പേം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ. ഡോക്ടർ എബി ഒത്തിരി വേറെ കൺട്രീസിലും വേറെ രാജ്യങ്ങളിലും പോയി അവിടെ കൺസൾട്ട് ചെയ്യാറുണ്ട്. പുറം രാജ്യങ്ങളിലുള്ള എക്സ്പീരിയൻസും ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസും ഡോക്ടറിന് ഒരു കമ്പയർ ചെയ്യുമ്പം
എന്താ റീസൺസ് വ്യത്യാസമാണോ ഒരേ റീസൺസ് ആണോ മറ്റ് കൺട്രീസ്? പല രാജ്യങ്ങളിൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ, എസ്പെഷ്യലി നമ്മൾ ഈവൻ ഇന്ത്യ തന്നെ, നമ്മൾ നോർത്ത് ഇന്ത്യ പോകുമ്പോഴത്തേക്ക് ഒത്തിരി വേറെ കാരണങ്ങളൊക്കെ കാരണം ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ്. ട്യൂബർക്ലോസിസ് വളരെ കോമൺ ആണ് നോർത്ത് ഇന്ത്യയിൽ. കേരളത്തിൽ നമ്മൾ അത്ര കാണാറില്ല. വെസ്റ്റേൺ വേൾഡ്, എസ്പെഷ്യലി ഞാൻ UK വർക്ക് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കാണുന്ന അഗെയിൻ ഏജ് റിലേറ്റഡ്, അവിടും ഒത്തിരി പേര് മാരേജ് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, മാരേജ് ആവണമെന്നില്ല, ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നത്. ആൻഡ് അവിടുത്തെ അസുഖങ്ങളും ഇവിടുത്തെ കാട്ടി കുറേ വ്യത്യാസങ്ങളൊക്കെ കാണും. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പുറം രാജ്യങ്ങളിൽ പല സ്ഥലത്തും സ്റ്റേറ്റ് ഫണ്ടഡ് ആയിരിക്കും. പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്പെൻസ് ഗവൺമെൻറ് ആയിരിക്കും എടുക്കുന്നത്. ഇന്ത്യയിൽ കാണുമ്പോൾ നമ്മൾ കാണുന്ന ആ കോസ്റ്റ് മുഴുവൻ പേഷ്യൻ്റ് തന്നെ എടുക്കണം. എസ്പെഷ്യലി നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ചില പേഷ്യൻസിന് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു ഡോക്ടർ എബി കോശി, ഇത്രയും ടൈം ലൈഫ് ലൈറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഡോക്ടർ എബി ഇന്ന് നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ വന്ധ്യതയെപ്പറ്റി പറഞ്ഞു തന്നിരിക്കുകയാണ്. വന്ധ്യതയുടെ ചികിത്സയ്ക്കുള്ള പല മാർഗങ്ങളും, അത് സിമ്പിളായിട്ടുള്ള ടാബ്ലറ്റ്സ് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വരെ ഡോക്ടർ എബി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. വന്ധ്യത 1 വർഷം മിനിമം ആകാതെ ഒരു കപ്പിൾസും വന്ധ്യതയെപ്പറ്റി ആലോചിക്കരുത് എന്നൊരു കാര്യം പ്രേക്ഷകരോട് അറിയിക്കാനുണ്ട്. വന്ധ്യതയെപ്പറ്റി ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ ഡോക്ടർ എബിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുവരെ ലൈഫ് ലൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.